മഴയത്തും ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രോൺ. മാത്രമല്ല ഇതിൻ്റെ ക്യാമറ 200x സൂം ചെയ്യാൻ പറ്റും. 16x ഒപ്റ്റിക്കൽ സൂം, ഹൈബ്രിഡ് സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200x ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എന്തുമാത്രം കേപ്പബിലിറ്റി ഉണ്ടാവും ഇതിനെന്നുള്ളത്. DJI ഈടായിട്ട് പുറത്തിറക്കിയ M30 എന്ന് പറഞ്ഞ ഡ്രോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ishoot ഫോട്ടോഗ്രാഫി. ishoot ഫോട്ടോഗ്രാഫി IP55 റേറ്റിങ്ങിലുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ഡ്രോണാണ് DJIയുടെ M30 എന്ന് പറയുന്ന ഡ്രോൺ. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 41 മിനിറ്റ് നമുക്ക് ഫ്ലൈ ചെയ്തിട്ട് നമുക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഈ ഡ്രോണിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണിൽ ഒരു ക്യാമറ, രണ്ട് ക്യാമറ ഒന്നല്ല, ഒരു 3-4 ഐറ്റം ക്യാമറകൾ ഡ്രോണിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ക്യാമറ എന്ന് പറഞ്ഞാൽ 16x ഒപ്റ്റിക്കൽ സൂം ഉള്ളൊരു ക്യാമറയാണ്. ഹൈബ്രിഡ് ആകുമ്പോൾ 200x നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഇത് 48 മെഗാ പിക്സലിൻ്റെ ഒരു 1/2 ഇഞ്ച് സെൻസറുള്ള ഒരു ക്യാമറയാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ തെർമൽ ക്യാമറയാണ്. തെർമൽ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു റെസ്ക്യൂവിനൊക്കെ പോണ സമയത്ത് കാട്ടിലുള്ള ആരെങ്കിലും ജീവനോടെ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മൃഗങ്ങൾ എവിടെയൊക്കെയാണുള്ളത്, അങ്ങനെ നമുക്കൊരു തെർമൽ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ ഹൈ ടെൻഷൻ വോൾട്ടേജ് ഉള്ള വയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ തെർമൽ ക്യാമറകൾ ഉപയോഗിക്കുന്നത്. ശരിക്കും ഒരു റെസ്ക്യൂ ആൻഡ് റിക്കവറി ഓപ്ഷനൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതുപോലെ തെർമൽ ക്യാമറകൾ ഉപയോഗിക്കാറുണ്ട്. അതും ഈ ഡ്രോണിൻ്റെ മുകളിലുണ്ട്. പിന്നെ 24mm വൈഡുള്ള ഒരു ക്യാമറ. പിന്നെ വരുന്നൊരു ക്യാമറ ഇതിൻ്റെ ഗിംബലും അല്ലാതെ ബോഡിയിൽ വെച്ചിട്ടുള്ള ഒരു FPV ക്യാമറയാണ്. ആ ഒരു നൈറ്റ് ടൈമിൽ പോലും നമുക്ക് നല്ല വിഷ്വൽ തരും. കാരണം ലോ ലൈറ്റ് കേപ്പബിലിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഇതിൽ വെച്ചിട്ടുള്ള FPV ക്യാമറ. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്ക്യൂനൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട്, രാത്രി ആയാൽ പോലും നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചറുകൾ നമുക്ക് ഈ ഡ്രോൺ നമുക്ക് ലഭ്യമാക്കും. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ ലേസർ റേഞ്ച് ഫൈൻഡർ എന്ന് പറയുന്നൊരു ക്യാമറയാണ്. അതായത് നമുക്ക് ദൂരങ്ങളും അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഞ്ച് ഫൈൻഡർ എന്ന് പറഞ്ഞ ക്യാമറ നമുക്ക് ഉപയോഗിക്കുന്നത്. അത് 12,000 മീറ്റർ വരെ ദൂരത്തുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യം ഈ ലേസർ റേഞ്ച് ഫൈൻഡർ ക്യാമറയിലുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനൊക്കെ നമുക്ക് ഓരോ പ്ലാന്റുകളും ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാം. മാത്രമല്ല മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റായിട്ട് അതിൻ്റെ 3D മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളൊരു മിലിറ്ററി ആയാലും ഈവൻ ഒരു പുതിയ റോഡോ റെയിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംരംഭങ്ങളൊക്കെ ആണെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടുത്തെ മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൻ്റെ 3D വിഷ്വലൊക്കെ നമുക്ക് യഥാസമയം കിട്ടാനൊക്കെ ഈ ഡ്രോൺ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ സ്വാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. അതിൽ നമുക്ക് 2 ബാറ്ററി ഒരുമിച്ച് ഇടാൻ പറ്റും. ആ ബാറ്ററി നമുക്ക് ഓഫാക്കാതെ ഓരോ ബാറ്ററി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഊരി മാറ്റാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. 25 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഫ്ലൈയിങ്ങിന് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊരു സെറ്റ് ബാറ്ററിയും ഡ്രോണൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ നൈറ്റ് നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ബാറ്ററിയും കപ്പാസിറ്റിയൊക്കെ ഇതിലുണ്ടാവും. അത്രയും പവർഫുൾ ചാർജറും ബാറ്ററിയൊക്കെയാണ് DJIയുടെ M30 സീരീസിലുള്ള ഈ ഡ്രോണിൽ വരുന്നത്. ഇടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മുന്നിലും പിന്നിലും സൈഡിലൊക്കെ നമ്മൾ സെൻസർ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ 6 ഡയറക്ഷനിൽ നമുക്ക് സെൻസറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി അതിലും കാട്ടുകൂടിയൊക്കെ ആണെങ്കിലും ഡ്രോൺ ഇടിച്ച് എവിടെയെങ്കിലും തകരാതെ നമുക്കത് നമ്മളെ ഡ്രോണിനെ ശരിക്കും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെൻസറുകൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് സെൻസറുകൾ വെച്ചിട്ടുള്ളത്. അതുപോലെ ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. പലപ്പോഴും ഇരുട്ടത്തൊക്കെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സെൻസറുകൾ വർക്ക് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് സെൻസർ ഓണായിട്ട് നമുക്ക് ഇരുട്ടത്തൊക്കെയാണ് ഫ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഓക്സിലറി പിന്നുകളുണ്ട്. വേറെ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ആക്സസറീസോ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഓക്സിലറീസ് പിന്നുകളുണ്ട്. ഓൾറെഡി നമുക്ക് അതിൽ LED വരുന്നുണ്ട്. രാത്രിയൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ലാൻഡ് ചെയ്യുമ്പോൾ നോക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള LED ലൈറ്റുകൾ നമുക്ക് ഈ ഡ്രോണിൽ ലഭ്യമാണ്. 3.7 കിലോ ഉള്ള ഒരു ഡ്രോൺ ആണെങ്കിലും നമുക്കത് മടക്കി കറക്റ്റായിട്ട് വെച്ച് നമ്മളെ ബാക്കിൽ വെച്ച് നമുക്ക് ഏത് സ്ഥലത്തും ഏത് സിറ്റുവേഷനിലും പോകാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് ഡ്രോൺ ഒരുപാട് ദൂരത്തേക്ക് ഫ്ലൈ ചെയ്യുമ്പോഴോ അതുപോലെ ഒരു സിറ്റിയിലൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സിഗ്നൽ കട്ടാവാറുണ്ട്. കൂടുതൽ ദൂരം കിട്ടാത്ത സിഗ്നൽ കട്ടാവും. അതുപോലെ വിഷ്വലൊക്കെ നമുക്കൊന്ന് ഫ്ലിക്കറിങ് വരും. കാരണം ഒരുപാട് ആൻറ്റനുകളും ഒക്കെ ഉള്ള ഒരു ബിസി സ്ഥലത്താവുമ്പോൾ ഇതിലങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒക്യൂസിംഗ് 3 എന്ന് പറഞ്ഞ ടെക്നോളജി വെച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ ട്രാൻസ്മിഷനൊക്കെ നടക്കുന്നത്. ഡ്രോണിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള 3 ആൻറ്റനയിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഏത് പൊസിഷൻ മാറിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമുക്കതിൻ്റെ വിഷ്വൽ നമ്മുടെ റിസീവറിൽ കിട്ടും. പിന്നെ റിസീവർ ആണെങ്കിലും പുതിയ മോഡൽ റിസീവറാണ്, ഹൈ കേപ്പബിലിറ്റി ഉള്ള റിസീവറാണ്. മാത്രമല്ല ഇത് ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി കൂടെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഒരു
ടെറൈനും നമുക്ക് നന്നായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഡ്രോണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ പ്രൊപ്പല്ലർ ഇപ്പോൾ നമുക്കറിയാം 4 പ്രൊപ്പല്ലർ ഒരുമിച്ച് ഓടിയിട്ടാണ് നമ്മൾ ഡ്രോണുകൾ ഫ്ലൈ ചെയ്യുന്നത്. ആ പ്രൊപ്പല്ലറിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊപ്പല്ലർ അറ്റം പൊട്ടിയാൽ പോലും നമ്മൾ ഡ്രോണ് തല കുത്തി മറിഞ്ഞ് വീഴാറാണ് സാധാരണ പതിവുകളിൽ തട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ ഡ്രോൺ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈവൻ ഒരു പ്രൊപ്പല്ലറിൻ്റെ സെറ്റ് പോലും വർക്ക് ചെയ്തെങ്കിലും ഈ 3 പ്രൊപ്പല്ലർ വെച്ചിട്ട് ഡ്രോൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് നമുക്ക് തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടെ ഈ ഡ്രോണുണ്ട്. പിന്നെ ഈ ഡ്രോണിൻ്റെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഡോക്ക് ഉണ്ട്. ഡ്രോണിൻ്റെ ഡോക്ക് ഒരു ബോക്സ് പോലെ ഒരു സംഭവമാണ്. അതിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഫ്ലൈയിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ എപ്പോഴും നമുക്ക് പോകാനോ അവിടെ ഫ്ലൈ ചെയ്യാനോ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ അത്രയും എക്സ്ട്രീം കോൾഡൊക്കെ ഉണ്ടെങ്കിൽ -20 ഡിഗ്രി 30 ഡിഗ്രി കോൾഡിൽ വരെ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രോണാണിത്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് എപ്പോഴും ഒരുപാട് കാലം സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്തിട്ട് പോരാം. ഈ ഡോക്ക് അവിടെ ഫിക്സ് ചെയ്തിട്ട് ഡ്രോൺ അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പറയുന്ന സമയത്ത് മുൻകൂട്ടി പറഞ്ഞ ട്രാക്കുകളൊക്കെ കാണിച്ചത് ട്രാക്ക് കൂടി അത് പോയി ഫ്ലൈ ചെയ്ത് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ചെക്ക് ചെയ്ത് വരും. ക്യാമറ സൂം ചെയ്തിട്ടൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നമ്മുടെ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്ത് നമുക്ക് കാണാനും പറ്റും. DJI ഡോക്ക് എന്നാണ് പറയുന്നത്. അതിൽ ഡ്രോണ് നമുക്ക് അതിൽ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്ത് പോകും, അതിൽ തന്നെ പറന്നിറങ്ങും ചെയ്യും, എന്നിട്ട് ക്ലോസ് ചെയ്യും. മഴയും മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് ഡ്രോണ് നന്നായിട്ട് സംരക്ഷിക്കും. ഏത് സമയത്താണ് നമുക്ക് ഫ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്ത് പോയിട്ട് 7 കിലോമീറ്റർ ദൂരത്ത് വരെ പോയി ഫ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തിരിച്ച് വന്നിട്ട് ലാൻഡ് ചെയ്യും. ഇങ്ങനെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 25 മിനിറ്റിനുള്ളിൽ വീണ്ടും ഫുൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ റീചാർജ് ആയിട്ട് ഈ ഡ്രോൺ റെഡി ആയിട്ട് നിൽക്കും. പിന്നെ ഈ ഡ്രോൺ നമുക്കിവിടെ വാങ്ങിയിട്ട് കല്യാണത്തിന് വീഡിയോ എടുക്കാനോ അതല്ലെങ്കിൽ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയൊരു ഡ്രോണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കത് മുതലാവില്ല. ഇതിൻ്റെ പ്രൈസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം കണ്ടത് $14,700 ഈ ഡ്രോണും 2 ബാറ്ററിയും അതിൻ്റെ ഒരു കോംബോ പാക്കിന്. അത്രയും പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം 11,20,000 12 ലക്ഷം രൂപ വില വരുന്ന ഒരു പാക്കേജായി. എന്തായാലും നമുക്ക് കൈ കിട്ടിയാലൊന്ന് പറപ്പിച്ച് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ഡ്രോൺ ആണെങ്കിൽ കയ്യിൽ കിട്ടിയാൽ ഒന്ന് പറപ്പിച്ച് നോക്കാമല്ലോ. പുതിയ ഡ്രോണിൻ്റെ ക്യാമറ ഒക്കെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു. ishoot photography.